അപൂർവമായ ചൂരിക്കുമ്പളം വിജയകരമായി വിളയിച്ച് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൊയ്യോങ്കരയിലെ എം രാമചന്ദ്രൻ. ആയുർവേദ ഔഷധങ്ങളിൽ പ്രാധാന്യമുള്ള ചെറുകുമ്പളമാണ് ഇദ്ദേഹം വീട്ടുവളപ്പിലെ മരത്തിൽ വിളയിച്ചിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ ആദ്യ ബോർഡ് യോഗത്തിൽ മെമ്പർമാർക്ക് വിതരണം ചെയ്ത വിത്തുകളാണ് ഇപ്പോൾ രാമചന്ദ്രന്റെ വീട്ടിൽ വളർന്ന് പന്തലിച്ച് കായ്ച്ചു നിൽക്കുന്നത്. വനമിത്ര അവാർഡ് ജേതാവും പാരമ്പര്യ വൈദ്യനും പഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗവുമായ KV കൃഷ്ണപ്രസാദ് വൈദ്യർ പരിസ്ഥിതി ജൈവചിന്തകളുടെ പ്രചാരണത്തിനായാണ് മുഴുവൻ ഭരണസമിതി അംഗങ്ങൾക്കും അപൂർവമായ വിത്തുകൾ കൈമാറിയത്. പഞ്ചായത്തിലെ 6ാം വാർഡ് പ്രദേശമായ വൈക്കത്തെ മെമ്പറായ എം രാമചന്ദ്രനാണ് ഈ വിത്തുകൾ കൃത്യമായ രീതിയിൽ നട്ടുപരിപാലിച്ച് ഇപ്പോൾ നല്ല രീതിയിലുള്ള കായ്ഫലം വിളയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഔഷധ പ്രാധാന്യമുള്ള കുമ്പളം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ കൃത്യമായി പരിപാലിക്കണം എന്ന് എനിക്ക് എൻ്റെ മനസ്സ് തോന്നിയതാണ്. അപ്പോൾ നട്ട് 2-3 സ്ഥലങ്ങളിലായി നട്ട് അത് ഒരു സ്ഥലങ്ങളിലാണ് കൃത്യമായി അത് നമുക്ക് വിളവെടുക്കാൻ വേണ്ടി പാകത്തിൽ കിട്ടിയത്. അപ്പോൾ അത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തി കൃത്യമായി പരിപാലിച്ചു. 3-3.5 മാസത്തോളമാണ് ഇതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് വിളവെടുപ്പിൻ്റെ സമയത്തേക്ക് എടുത്ത കാലദൈർഘ്യം. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഔഷധ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുക. പക്ഷെ നമ്മൾ പ്രത്യേക രീതിയിൽ അതിനെക്കൊണ്ട് ഔഷധം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയില്ല എങ്കിലും അത് നമ്മളെ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് കൊടുത്തിട്ടാണ് ഈ ആദ്യത്തെ ഉദ്ഘാടനം വിളവെടുത്ത് ആദ്യത്തെ ഇത് നടത്തിയത്. നമ്മൾ സാധാരണ ഭക്ഷ്യയോഗ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയും അധ്വാനത്തിലൂടെയും ഈ ജനപ്രതിനിധി നട്ടുപരിപാലിച്ച കുമ്പളവള്ളി മുറ്റത്തെ മാവിലേക്ക് പടർന്നുകയറി വലിയ തോതിലാണ് ഇപ്പോൾ വിളവിട്ടിരിക്കുന്നത്. ഇതിൽ കുറേയേറെ ഇതിനോടകം തന്നെ വിളവെടുത്തു കഴിഞ്ഞു. വൈദ്യർ കുമ്പളങ്ങ എന്നും അറിയപ്പെടുന്ന ഈ ചെറുകുമ്പളങ്ങ കുഷ്മാണ്ഡ രസായനത്തിലെ പ്രധാന ചേരുവയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.